ഒപ്പം നമ്മുടെ അധ്യാപകരായ സന്തോഷ് കുമാർ യാദവ് സാറും ലേഡി ടീച്ചറായ സുനിതകുമാരി മാഡത്തിന്റെയും അർപ്പണ മനോഭാവവും കാര്യശേഷിയും സ്കൂളിനെ മുന്നോട്ട് നയിക്കാനുള്ള പ്രവണതയുമാണ്. ഹലോ, നമസ്കാരം. എന്റെ ഏറ്റവും പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോ നിൽക്കുന്നത് റെയിൽവേ സ്റ്റേഷനിൽ, നമ്മളെ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത്. ജാർഖണ്ഡിൽ വെച്ച് നടന്ന ഓൾ ഇന്ത്യ നവോദയ അത്ലറ്റിക് മീറ്ററിൽ നമ്മുടെ പാലക്കാട് മലമ്പുഴയിലുള്ള നവോദയ സ്കൂൾ കൊച്ചുമക്കൾ സ്വർണം നേടിയിരിക്കുകയാണ്. അപ്പൊ പാലക്കാടിന്റെ ഒരു അഭിമാനം കൂടെയാണ്. അപ്പൊ അവരെ വരവേൽക്കാനായി നമ്മളെ ഈ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ഒരുപാട് ജനങ്ങൾ കൂടി നിൽക്കുന്നു. അപ്പൊ ഞാൻ ഈ വഴി പോകുമ്പോ, എറണാകുളത്തേക്ക് പോകുമ്പോ കണ്ട ഒരു കാഴ്ചയാണ്. നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. ഓൾ ഇന്ത്യ നവോദയ അത്ലറ്റിക് മീറ്ററിൽ ഉജ്ജ്വലമായ വിജയം നേടിയ മലമ്പുഴയിലെ നവോദയ വിദ്യാലയം റിലേ ഇനത്തിൽ 5 മെഡലുകളും വ്യക്തിഗത ഇനങ്ങളിൽ 11 സ്വർണ്ണ മെഡലുകളും 5 വെള്ളി 2 വെങ്കലം എന്നിവ കരസ്ഥമാക്കി ഓവറോൾ ചാമ്പ്യന്മാരായി ഇന്ന് രാവിലെ 10 മണിക്ക് ധൻബാദ് ആലപ്പുഴ എക്സ്പ്രസ്സിൽ പാലക്കാട് ജംഗ്ഷനിൽ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി. കായിക താരങ്ങൾക്കും കായിക അധ്യാപകൻ സന്തോഷ് കുമാർ സാറിനും സ്കൂൾ PTA ഭാരവാഹികളും അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് ഒരു വമ്പൻ സ്വീകരണം നടത്തുകയാണ്. കൂടാതെ ഏഷ്യാനെറ്റ് ചാനലും പത്രപ്രവർത്തകരും മാത്രമല്ല, കേരളത്തിൻ്റെ അഭിമാനവും പാലക്കാട് ജില്ലയെ ഉയർത്തിപ്പിടിച്ച ഈ മലമ്പുഴ നവോദയ സ്കൂളിലെ കൊച്ചുമക്കളെ സ്വീകരിക്കാൻ ഇവിടുത്തെ ജനങ്ങളും തടിച്ചുകൂടിയിരുന്നു. എല്ലാവരും നിന്നില്ലേ? 2024 ഓഗസ്റ്റ് 28 മുതൽ ഓഗസ്റ്റ് 30 വരെ ജാർഖണ്ഡിലെ റാഞ്ചിയിൽ നടന്ന ഓൾ ഇന്ത്യ നവോദയ നാഷണൽ അത്ലറ്റിക് മീറ്റിൽ സ്കൂൾ തലത്തിൽ നോക്കുകയാണെങ്കിൽ 24 മെഡലുകൾ വാങ്ങി 1ാം സ്ഥാനം നേടിയിരിക്കുകയാണ് ജവഹർ നവോദയ വിദ്യാലയ പാലക്കാട്. അതിൽ 11 വ്യക്തിഗത ഗോൾഡ് മെഡലും 5 റിലേ ഗോൾഡ് മെഡലും 5 വെള്ളി മെഡലും 2 വെങ്കല മെഡലുമാണ് ഈ 13 ചുണക്കുട്ടികൾ നേടിയിരിക്കുന്നത്. ഇത് നവോദയെ സംബന്ധിച്ചിടത്തോളം വളരെ വിലപ്പെട്ട നേട്ടമാണ്. ഹൈദരാബാദിനെ 1ാം സ്ഥാനത്ത് എത്തിച്ചിരിക്കുന്നതിൽ പാലക്കാട് നവോദയ സുസ്ഥിരമായ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നതിൽ തർക്കമില്ല. ഇതിന്റെ പിന്നിൽ നമ്മുടെ വിദ്യാർത്ഥികളുടെ കഠിനാധ്വാനവും നമ്മുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായ സന്തോഷ് കുമാർ യാദവിന്റെയും സുനിത മാഡത്തിന്റെയും അർപ്പണ മനോഭാവമാണ് എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല. रांची में आयोजित नवोदय विद्यालय नेशनल एथलेटिक मीट में हमारे 13 स्टूडेंट ने पार्टिसिपेट किया और 11 गोल्ड किया और 5 रिले गोल्ड मेडल किया, 5 सिल्वर मेडल किया, 2 ब्राउन्स मेडल किया. और हमने देखा कि हमारा स्टूडेंट इज अ वेरी हार्ड वर्क एंड इज मेंटली एंड फिजिकली फिट ड्यूरिंग कंपटीशन टाइम. Our one girls long jump and triple jump during their one girls triple jump 10:01 meter class first jump. Then our student is class 988, 994 and 996. But I was there. What? Where is my missing? My missing is their runway.
that time I will run with 20 centimeter come. Then our girls is jump 10-9. She won the gold medal. This physically and mentally fitness. ഇൻഡിവിജ്വൽ ചാമ്പ്യൻ, ആരെങ്കിലും കുട്ടികളെ ഇൻഡിവിജ്വൽ ചാമ്പ്യൻ പറയും. ഇൻഡിവിജ്വൽ ചാമ്പ്യൻ, ഇൻഡിവിജ്വൽ ചാമ്പ്യൻഷിപ്പ് അണ്ടർ 9 ജാർഖണ്ഡിൽ നടന്ന റാഞ്ചിയിൽ വെച്ച് നടന്ന നാഷണൽ അത്ലറ്റിക് മീറ്റിൽ ഞങ്ങളായാലും പങ്കെടുക്കുകയുണ്ടായി. അതിൽ ഞാൻ 3 ഇവന്റിനായി ഗോൾഡ് മെഡൽ കിട്ടിയിരുന്നു. 400-ഉം 800-ഉം ഹൈ ജമ്പും ആയിരുന്നു. പിന്നെ 11 ഗോൾഡാണ് കിട്ടിയത്. ഞങ്ങളുടെ ഈ 11 ഗോൾഡ് 39 ഗോൾഡിൽ 11 ഗോൾഡ് ആയിരുന്നു. 11 ഗോൾഡ് കൊണ്ടാണ് ഹൈദരാബാദ് വിജയിച്ചത് 1ാം സ്ഥാനത്തോടെ. ഇൻഡിവിജ്വൽ ചാമ്പ്യനായി ഞാൻ 3 ഇവന്റിൽ ഗോൾഡ് എടുത്തു. അതിൽ എനിക്ക് ആദ്യം തന്നെ പ്രിൻസിപ്പളോട് നന്ദി പറയാനുണ്ട്. പിന്നെ എൻ്റെ കോച്ചിനോട്, എൻ്റെ സന്തോഷ് കുമാർ യാദവ് സാറിനോടും പിന്നെ സുനിതാകുമാരി മാഡത്തിനോടും ഏറെ നന്ദി പറയുന്നു. അവിടെ നല്ല അനുഭവമായിരുന്നു. അവിടെ അക്കോമഡേഷനും എല്ലാം നല്ല അവർ തന്നിരുന്നു. ക്യാമ്പിന് ചുറ്റൂരും നല്ല അവർ സപ്പോർട്ട് ചെയ്തു. ക്യാമ്പിന് നന്നായി പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു 10 ദിവസം. താങ്ക് യു. എന്റെ പേര് അപ്സര. ഞാൻ 11th പഠിക്കുന്നു. ജവഹർ നവോദയ വിദ്യാലയ പാലക്കാട് നിന്നാണ് ഞങ്ങൾ 13 പേര് വന്നിരിക്കുന്നത്. ഞങ്ങള് കഴിഞ്ഞ മാസം 8ാം തീയതി ക്ലസ്റ്റർ മീറ്റിനായി പോയിട്ട് ഇപ്പോഴാണ് തിരിച്ചു വരുന്നത്. ക്ലസ്റ്ററിന് പോയി. ക്ലസ്റ്റർ കാസർഗോഡായിരുന്നു. പിന്നീട് അതിന് റീജൻസ് കിട്ടി. റീജൻസ് ആന്ധ്ര ചിറ്റൂരിലായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഡയറക്റ്റ് നാഷണൽസ് ക്യാമ്പ് അവിടെ നിന്ന് 10 ദിവസം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ജാർഖണ്ഡിലേക്ക് പോയി. ജാർഖണ്ഡ് റാഞ്ചിയിൽ വെച്ചായിരുന്നു ഞങ്ങളുടെ നാഷണൽ അത്ലറ്റിക് മീറ്റ്. ഓൾ ഇന്ത്യ ജവഹർ നവോദയ വിദ്യാലയയുടെ നാഷണൽ അത്ലറ്റിക് മീറ്റ് റാഞ്ചിയിൽ വെച്ചായിരുന്നു നടന്നത്. അവിടെ അത് ഞങ്ങൾക്കൊരു പുതിയ അനുഭവമായിരുന്നു. കേൽഗാവ് സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഞങ്ങളുടെ മീറ്റ് നടന്നത്. 3 ദിവസത്തെ മീറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങള് അവിടുന്ന് മിനിഞ്ഞാന്നാണ് തിരിച്ചത്. മിനിഞ്ഞാന്ന് തിരിച്ചിട്ട് ഇന്നാണ് ഇവിടെ എത്തിയത്. ഞങ്ങളുടെ ഇതിന്റെ എല്ലാ ക്രെഡിറ്റും ഞങ്ങളുടെ സന്തോഷ് സാറിനും പ്രിൻസിപ്പൽ മാഡം GV പ്രമീല മാം, ഞങ്ങളുടെ PET മെയിൽ PET സന്തോഷ് സാർ ആൻഡ് ഫീമെയിൽ PET സുനിത മാം, ഇവരെല്ലാം ഞങ്ങൾ അത്രയും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും നല്ലൊരു വിജയം നേടാൻ കഴിഞ്ഞത്. താങ്ക് യു. അപ്പോൾ ഈ മലമ്പുഴ നവോദയ സ്കൂളിലെ സ്പോർട്സ് ക്യാപ്റ്റനാണ്. എന്റെ പേര് അനുശ്രീ. അരുൺദാസ്. നിങ്ങൾ രണ്ടുപേരാണോ ക്യാപ്റ്റൻ? ഓക്കെ, അവിടുത്തെ എക്സ്പീരിയൻസ് പ്രേക്ഷകർക്ക് പറഞ്ഞു. ഇവിടുന്ന് ജാർഖണ്ഡ് എത്തിയ സമയത്ത് അവിടുത്തെ ഗ്രൗണ്ടൊക്കെ പോയി കണ്ടു. അതിനുശേഷം നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഫിസിക്കലി കുറെ പ്രശ്നമുണ്ടെങ്കിലും എല്ലാം നല്ല രീതിക്ക് ചെയ്യാൻ പറ്റി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതെ, ഫസ്റ്റ് ക്യാമ്പ് ചിറ്റൂരിലായിരുന്നു, ആന്ധ്രാപ്രദേശ്. അപ്പോൾ അവിടെ പോയിട്ടൊരു 10-12 ദിവസം ക്യാമ്പ് ഉണ്ടായിരുന്നു. അവിടെ കോച്ചസ് കുറച്ച് പേര് വന്നിട്ട് പ്രാക്ടീസ് ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു. അവിടുത്തെ നല്ലോണം പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ്. അവിടുത്തെ മാത്രമല്ല, അവിടെ കുറച്ച് കൂടുതൽ ചെയ്യിപ്പിച്ചു. സന്തോഷ് സാർ ഉണ്ടായിരുന്നു. സന്തോഷ് സാർ നല്ല ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ റാഞ്ചി പോയി. അവിടെ എത്തിയത് 27ാം തീയതി വൈകുന്നേരം എത്തി. 28-ന് തന്നെ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. നന്നായി ചെയ്യാൻ പറ്റി. ഫുഡും കാര്യങ്ങളെല്ലാം അവിടെ റാഞ്ചി. അവിടുത്തെ അതിന്റെ സംസ്കാരത്തിലുള്ള ഫുഡ് തന്നെയായിരുന്നു. അപ്പോൾ പറ്റില്ല, എന്നാലും അവര് നല്ല ഫുഡായിരുന്നു. എല്ലാവർക്കും വേറെ ഇതിനേക്കാൾ നന്നായിട്ട് കഴിക്കാൻ പറ്റി. അപ്പോൾ ഫുഡിന്റെ കാര്യത്തിലൊക്കെ എല്ലാവർക്കും നല്ലൊരു തന്നെയായിരുന്നു. പിന്നെ എല്ലാവർക്കും നന്നായി ചെയ്യാൻ പറ്റി. കുറച്ച് നല്ലോണം ജമ്പൊക്കെ ചെയ്തു. ഇൻഡിവിജ്വൽ ചാമ്പ്യൻ. അത് ക്യാമ്പിന് അങ്ങനെയായിരുന്നു. 5:30 തൊട്ട് 3 മണിക്കൂർ നമ്മൾ രാവിലെയും വൈകുന്നേരം 3 മണിക്കൂർ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അങ്ങനെ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. മുമ്പ് തന്നെ ഇവിടുന്ന് ഞങ്ങള് 2-3 മാസം ഇവിടെ സ്കൂളിൽ തന്നെ മഴയത്താണെങ്കിൽ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യും. അക്കാഡമിക് ബ്ലോക്കിലാണെങ്കിൽ ഞങ്ങൾ സ്റ്റെപ്പ് എക്സസൈസും എല്ലാം ചെയ്യും. കോർ എക്സസൈസ് ഒക്കെ ചെയ്യുമായിരുന്നു. മഴ ആയിരുന്നിട്ടും സാറ് കുറെ ചെയ്യിപ്പിച്ചു. സാറിന്റെ ഫാമിലി നോക്കാതെ ഞങ്ങളെ വന്ന് കുറെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെയൊക്കെ ഹാർഡ് വർക്കാണ് ഇപ്പോൾ ഇത് ഇത്രയും കാണുന്നത്. ഓക്കെ, താങ്ക് യു. പിന്നെ എന്തായാലും നമ്മളെ പാലക്കാടിന്റെ ഒരു അഭിമാനം തന്നെയാണ് അല്ലേ? ഓക്കെ, അപ്പൊ നമ്മളെ അനുശ്രീയുടെ അച്ഛനമ്മയാണ്. അവർക്ക് നമുക്ക് അവരുടെ മോളുടെ എക്സ്പീരിയൻസ് നമുക്ക് ചോദിക്കാം. മോള് വീട്ടിൽ വന്നാലും പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. 2 നേരവും ഓട്ടം, യോഗ ഇങ്ങനെയൊക്കെ ചെയ്യും.
പിന്നെ നമ്മളുടെ വീടിന്റെ അടുത്ത് സ്കൂളാണ്. സ്കൂൾ ഗ്രൗണ്ടിലും പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അവിടെ സുരേന്ദ്രൻ മാഷിന്റെ കീഴിലാണ് 2 മാസം പ്രാക്ടീസ് ചെയ്യാറ്. മോൾക്ക് ഈ കഴിവ് ചെറുപ്പം തൊട്ടിട്ടുണ്ടോ ഈ സ്പോർട്സിനോട്? ക്ലാസ് മുതൽ അവള് AJB സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അവിടെ ചെറുതായിട്ടാണ് കോച്ചിങ് ഒക്കെ ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് അവള് മെഡൽ വാങ്ങി ഇവിടെ എത്തിയത്. അച്ഛനെന്തെങ്കിലും പറയാൻ? അതിനെ മോള് നന്നായി പ്രാക്ടീസ് ചെയ്യണം. അതുപോലെ തന്നെ പഠിക്കുന്ന കാര്യത്തിലും മോള് മുന്നിൽ തന്നെയാണ്. 2019 നടന്ന കാസർഗോഡ് വെച്ച് നടന്ന 600 മീറ്ററിൽ മോൾക്ക് സ്വർണം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ 2024 സ്വർണം നേടിയിരിക്കുകയാണ്. എന്തായാലും ഇവിടുത്തെ കോച്ചിങ് സ്റ്റാഫും അവരുടെ അനുഗ്രഹം കൊണ്ടാണ് ഇത്രയും ഉയരങ്ങളിൽ എത്താൻ കഴിഞ്ഞത്. ഇനിയും മോൾക്ക് നല്ല ഉയരങ്ങളിൽ എത്തട്ടെ എന്ന്, സ്പോർട്സിൽ ഇനിയും നല്ല ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ഞാൻ മനസ്സിലാക്കാം. ഓക്കെ, നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം മോള് നന്നായി എത്തട്ടെ. ഓക്കെ, താങ്ക് യു. ഒപ്പം നമ്മുടെ അധ്യാപകരായ സന്തോഷ് കുമാർ യാദവ് സാറും ലേഡി ടീച്ചറായ സുരേന്ദ്രകുമാരി മാഡത്തിന്റെയും അർപ്പണ മനോഭാവവും കാര്യശേഷിയും സ്കൂളിനെ മുന്നോട്ട് നയിക്കാനുള്ള പ്രവണതയുമാണ് അപ്പോൾ എല്ലാവർക്കും കേരളത്തിൻ്റെ അഭിമാനമായി മാറിയ പാലക്കാട് മലമ്പുഴയിലെ നവോദയ സ്കൂളിലെ കൊച്ചുമക്കളെ വരവേൽക്കുന്ന ഈ വീഡിയോ ഇഷ്ടമായി കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഈ കൊച്ചുമക്കളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.